أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا വിശുദ്ധ ഖുർആനിലെ ആദ്യമായി ഇറങ്ങിയ വചനം 96-ാമത്തെ സൂറത്തായ സൂറത്തുൽ അലക്കിന്റെ ഏതാനും ആയത്തുകളാണ് ആദരണീയനായ ഷാഹ്‌വാസ് സത്താർ നമുക്ക് വേണ്ടി ഓതി വെച്ചത്. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗകനാണ് ഡിവൈൻ ഒഫീഷ്യൽ ഇൻചാർജായ ഷെഫീഖ് ടിഎമ്മിനെ സ്വാഗത പ്രസംഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹാദരങ്ങളായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ വ്യക്തിത്വങ്ങൾ, നമുക്കറിയാം ഇന്ന് നാം മക്കയുടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് വായനാ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കേരള ഗ്രന്ഥശാല ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. പൊതുവെ സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് വായന, എന്തിനാണ് ഇത്തരമൊരു ദിനങ്ങൾ ആചരിക്കുന്നത്? നാം നമ്മുടെ ചുറ്റുപാടും അതല്ലെങ്കിൽ ലോകത്തോട് മൊത്തം ഒരു പഠനം നടത്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരെ കാണും. പല വർണ്ണത്തിലും പല വർഗത്തിലും പെട്ട ധാരാളം മനുഷ്യർ. ഇതിൽ ആശയപരമായും സാമൂഹ്യപരമായും ഒക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. ഈ രണ്ട് വിഭാഗത്തിൽ നാം കാണുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ ഉന്നതിയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഔന്നത്യത്തിൽ എത്തിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് നാം ഒരു പഠനം നടത്തുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ വലിയ കൃത്യനിഷ്ഠതയുള്ളവരെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു അടുക്കും ചിട്ടയും ഉള്ളവരായിരിക്കും. അത്തരം അടുക്കും ചിട്ടയും ഉള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിട്ട എന്ന് പറയുന്ന അവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം കൃത്യമായി അവർ വായനയ്ക്കായി മാറ്റിവെക്കും. അപ്പൊ നാം നമ്മുടെ ചുറ്റുപാടെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇവിടെ പ്രിയ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നവർ, അത് നമ്മുടെ പ്രിയ അധ്യാപകർ, അതുപോലെ ഖുർആൻ പഠിതാക്കൾ ഒക്കെയും വൈജ്ഞാനികപരമായി വലിയ ചിന്തയും ആശയങ്ങളും ഒക്കെ ഉള്ളവരാണ്. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ വായനാ ദിനം വായനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം ഒന്ന് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ, വായനയ്ക്ക് മുമ്പും ശേഷമുള്ള നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ,
നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളൊക്കെയും നാം ഒരു പഠനത്തിന് വിധേയമാക്കുന്ന വായനയിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഹവാർഡ് യൂണിവേഴ്സിറ്റി. ലോകം അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശരിക്കും ഒരു പ്രവിശ്യ കോളേജ് ആയിരുന്ന, ഒരു സാധാരണ ഒരു കോളേജ് ആയിരുന്ന ആ ഒരു കോളേജ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാലയായി മാറിയത് അതിൽ ധാരാളം അധികാരികൾ മാറി മാറി അതിന്റെ തലപ്പത്ത് വന്നെങ്കിലും അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ കടന്നുവരവാണ് സാധാരണ ഒരു പ്രവിശ്യ കോളേജിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റി എന്ന ഒരു ബൃഹത് പദ്ധതിയിലേക്ക് ആ ഒരു കലാലയത്തെ മാറ്റിയത്. പ്രൊഫസർ ചാൾസ് വില്യംസ് എലിയറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കൻ അക്കാദമിക തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്ത എഴുത്തുകാരനും വായനയും ഒക്കെയായി വലിയ തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന അദ്ദേഹം ഈ ഒരു കടമിലേക്ക് കടന്നു വരികയും തന്റെ വായനയുടെയും എഴുത്തിന്റെയും ചിന്തയുടെയും ഒക്കെയായിട്ട് വലിയൊരു വിപ്ലവം ആ ഒരു കോളേജിൽ നടത്തുകയും അങ്ങനെയാണ് ഇന്നും ലോകം അറിയപ്പെടുന്ന ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പേരിൽ നിന്നും ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും നീണ്ടകാലം, ഏകദേശം 40 വർഷക്കാലത്തോളം അദ്ദേഹം ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. ഇതാവുന്നിടത്തോളം നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഒക്കെയുള്ള വായനക്കാരുടെ കടന്നുവരവ്, എഴുത്തുകാരുടെ കടന്നുവരവ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ബിരിയാണി എന്നൊരു നോവലുണ്ട്. ബിരിയാണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വായിച്ച ഒരു നോവലായിട്ടാണ് ആ നോവല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം, കാസർഗോഡ് ജില്ലയിലെ ഏച്ചിക്കാനം എന്ന പ്രദേശത്തുള്ള ഒരാളാണ്. അത്യാവശ്യം ജന്മി തറവാട്ടിൽ ജനിച്ചു വളർന്ന അദ്ദേഹം തന്റെ ചെറുപ്പകാലം മുതൽ തന്നെ, അതായത് കുഞ്ഞുനാളിൽ തന്നെ അദ്ദേഹത്തിന് വായനയോടും എഴുത്തിനോടും ഒക്കെ ഒരു പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരു സാഹചര്യം തുടങ്ങുന്നത് വലിയ ജന്മി തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് വികലാംഗയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. രാധ എന്നാണ് സ്ത്രീയുടെ പേര്. ഒരുപാട് ജോലികൾ ചെയ്ത് തളർന്ന ഈ രാധ എന്ന് പറയുന്ന വികലാംഗ സ്ത്രീ ആരെങ്കിലും ഒരു ജോലിക്ക് സഹായത്തിനായി ആവശ്യപ്പെടുമ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു പയ്യൻ അപ്പൊ ആവശ്യപ്പെടും, എനിക്ക് എന്തെങ്കിലും കഥകൾ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ രാധച്ചനെ സഹായിക്കാമെന്ന് പറയും. അങ്ങനെ ഭഗവത്ഗീതയിലെയും രാമായണത്തിലെയും ഒക്കെ ഐതിഹ്യങ്ങളൊക്കെ കഥകളായി പറഞ്ഞുകൊണ്ടാണ് ഈ സന്തോഷ് ഏച്ചിക്കാനം ഇന്ന് ഒരുപാട് അവാർഡുകൾ നേടി ഇന്നും കേരള സാഹിത്യ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ചെറുപ്പകാലത്തിൽ കേട്ട കഥകൾ അദ്ദേഹത്തെ വലിയൊരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സമീപ പ്രദേശത്ത് ധാരാളം ചെറുപ്പക്കാരുണ്ട്, വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. എപ്പോഴും ഈ ജന്മി തറവാട്ടിൽ ജീവിച്ചുകൊണ്ട് കാര്യമില്ല, സമൂഹത്തിന് എന്തെങ്കിലും ഒരു നവോത്ഥാന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്റെ സമാന ആശയവുമായി കടന്നു വന്ന കുറെ ചെറുപ്പക്കാരുമായിട്ട് അദ്ദേഹം ഏച്ചിക്കാനം എന്ന് പറഞ്ഞ പ്രദേശത്ത് കുറച്ച് മാറി അവിടെയുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പൈസയുടെ പോലും ഒരു ഫീസൊന്നും മേടിക്കാതെ അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കം കുറിക്കുകയും ഒരുപാട് ആളുകൾക്ക് 10ാം ക്ലാസ് മുതലുള്ള പ്രൈമറി പഠനങ്ങൾക്കൊക്കെ അവസരം കൊടുക്കുകയും ചെയ്തു. ഇതാമത് നമ്മുടെ ജീവിതം, നമ്മളൊക്കെ വിശ്വാസികളാണ്, മുസ്ലിമുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേകിച്ച് പറയണ്ടെങ്കിൽ പോലും സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇപ്പൊ ഇവിടെ ഖിറാഅത്ത് നടത്തിയത് സൂറത്തുൽ അലഖ് 96ാമത്തെ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം നൽകിയ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള വചനങ്ങളാണ്. ഇഖ്റ, വായിക്കുക. നമുക്കറിയാം, ഈ ആയത്ത് മക്കയുടെ ഭൂപ്രദേശത്തിൽ അവതരിക്കപ്പെടുമ്പോൾ ഒരിക്കലും വായിക്കുക എന്നുള്ള ഒരു സന്ദർഭത്തിൽ അവിടെ വായിക്കുക എന്ന് പറയേണ്ട ഒരു സന്ദർഭമല്ല അവിടെ ഉള്ളത്. മറിച്ച് ഒരുപാട് അന്ധകാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെയായി ഒരു വീർപ്പുട്ടിരുന്ന ഒരു സമുദായത്തിലേക്കാണ് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. കാരണം വായനയിലൂടെയാണ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടത്താൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെയൊക്കെയും അല്ലാഹുവിന്റെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന. ഫാദർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതായിട്ട് 26ാമത്തെ സൂറത്ത് ശുഅറായിന്റെ 83 ആയത്തുകൾ കാണുമ്പോൾ അദ്ദേഹം സ്വർഗം ചോദിക്കുന്നുണ്ട്. സജ്ജനങ്ങൾ പെടുത്തുന്ന ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഇൽമ് നൽകണേ എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം പ്രവാചകന്മാരാണെങ്കിലും ശരി, ഏതൊരു മഹത് പുരുഷന്മാരും ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇൽമ് നേടുക എന്നുള്ളത്.
മനുഷ്യരും വലിയ മഹാത്മാന്മാരൊക്കെ മാറുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ വായനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും അതുവഴി കരസ്ഥമാക്കുന്ന ഇൽമുകൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരിൽ ഇപ്പം സാധാരണ കേവല ജീവിതം നയിക്കുന്നവരുടെ അപ്പുറത്തേക്കുള്ള ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ചിട്ടയായ ഒരു ജീവിതമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ബിസിനസ് റോൾ മോഡലാണ് MV യൂസുഫ് അലി എന്ന് പറയുന്നത്. സാധാരണ ഒന്നോ രണ്ടോ കച്ചവട സ്ഥാപനങ്ങളുള്ളവർക്ക് വലിയ തിരക്കുകളും അവർ ആ കച്ചവടത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുമ്പോൾ യൂസുഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം വലിയ വലിയ ഷോപ്പിംഗ് മാളുകളാണുള്ളത്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ദിനചര്യയായിട്ട് പറയുന്നത് രാവിലെ ഒരു കൃത്യമായ സമയം അദ്ദേഹം വായനയ്ക്കായി മാറ്റിവെക്കുകയും അത് പത്രമായിക്കോട്ടെ, മാഗസിനുകളിലായിക്കോട്ടെ, ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളും അദ്ദേഹം വായിക്കും. അതുപോലെ തന്നെ ഇവർ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. ഇപ്പം PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് ഓരോരുത്തരെ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴാണ് അവരൊക്കെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള നമുക്ക് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം, സാമുദായ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സദസ്സുകൾ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. ഏത് സദസ്സിൽ പോകുകയാണെങ്കിലും അവരെന്താണ്, ഏതൊരു സംഭവമാണ് അവിടെ വിഷയമെങ്കിലും അവർ ആ സംഭവങ്ങളെ വിഷയങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യകാലങ്ങൾക്ക് വലിയ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അതിനുശേഷമാണ് ഓരോരുത്തരുടെയും പഠനം, ഓരോരുത്തർ ജീവിതം നാം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ, ചെറിയൊരു പഠനം നടത്തുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വായനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഖുർആനുമായി ബന്ധപ്പെട്ടവരാണ്. ഖുർആന് ബന്ധപ്പെട്ടവരെ സംബന്ധിച്ച് നമ്മളൊക്കെയും എല്ലാ ദിവസവും ഇന്നും ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും ഖുർആനിൽ നിന്ന് 15 ആയത്തുകൾ അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കിയവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വായന എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ വായനയുടെ തലം മാറ്റുക എന്നുള്ളതാണ് എന്നോട് തന്നെ ആദ്യം എനിക്ക് നിർത്താനുള്ളത്. സാധാരണ കേവല വായനയ്ക്ക് അപ്പുറം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വായന നടത്തുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി തുലനം ചെയ്യുകയും ആ വായന കൊണ്ട് നമുക്ക് വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുമോ, അതുപോലെ നമുക്കൊരു സാമൂഹിക പരിഷ്കർത്താവായി മാറ്റാൻ പറ്റുമോ, സമൂഹത്തിൽ ഒരു ഔന്നത്യം ഉന്നതിയിലേക്ക് സമൂഹത്തെ കൈപിടിച്ച് നടത്താൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് വായനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും വായിക്കുന്നവരാണ്. കാരണം ദിവ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒരു പുസ്തകം വായിച്ചില്ല എങ്കിൽ അവർ 1500 രൂപ ഫൈൻ കൊടുക്കുന്നവരാണ് ഇരിക്കുന്നത് കൂടുതൽ ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം വായന പ്രാധാന്യത്തെക്കുറിച്ചോ മഹത്വത്തെക്കുറിച്ചോ അതിന്റെ ഗൗരവത്തെക്കുറിച്ചോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. എങ്കിൽ പോലും ഓരോ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലും, ഖുർആൻ വായിക്കുകയാണെങ്കിലും, തഫ്സീർ വായിക്കുകയാണെങ്കിലും നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വായനയിൽ ഉൾപ്പെടുത്തണമെന്ന് കൂടിയാണ് എനിക്ക് ഈ ഒരു സ്വാഗത പ്രസംഗത്തിൽ ഈ ഒരു സദസ്സിനോട് ഉണർത്താനുള്ളത്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു മഹത്തായ ഈ ഒരു പ്രോഗ്രാമിന് ദിവ്യൻ ലൈബ്രറി കൗൺസിൽ ആദ്യത്തെ പറഞ്ഞ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യം സ്വാഗതം ആശംസിക്കാനുള്ളത് ഇവിടെ വിശുദ്ധ ഖുർആനിൽ നിന്നും മധുരകരമായി ഖുർആൻ പാരായണം ചെയ്ത് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ച ദിവ്യൻ ഖുർആൻ അക്കാദമിയുടെ പ്രിയ പഠിതാവ് ഷാനവാസത്താറാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഖിറാഅത്തിനുള്ള വർദ്ധനയുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ ഒരു മഹത്തായ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് അധ്യക്ഷത അലങ്കരിക്കുന്നത് ദിവ്യൻ ഖുർആൻ അക്കാദമിയുടെ ആദരണീയനായ ഡയറക്ടർ അൻസർ ഫാറൂഖി സാറാണ്. അൻസർ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് MSc റസാഖ് സാറാണ്. റസാഖ് സാറിനെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കിയപ്പോഴാണ് സന്ദർഭത്തിൽ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. കാരണം എല്ലാ ദിവസങ്ങളിലും ഒക്കെ പറഞ്ഞതുപോലെ മക്കാ മസ്ജിദിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുന്നുണ്ട്, യാത്ര ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ന്യൂസിൽ അവർ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാമാണ് ഈ ന്യൂസിൽ ഒരു ബുക്ക് അവരുമായി ബന്ധപ്പെട്ട് സാക്ഷാറിനെ കുറിച്ച് കേട്ടു. അതുകൊണ്ട് മറ്റു കുറച്ച് ആൾക്കാരിൽ നിന്നും ഒക്കെ കേട്ടപ്പോഴാണ് അറിവിനും വായനയ്ക്കും വിദ്യാഭ്യാസത്തിനും ഇത്രത്തോളം സമയം ഒരാൾക്ക് ചെലവഴിക്കാൻ പറ്റുമെന്ന് ഒരു അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. കാരണം തന്റെ ജീവിതത്തിൽ പഠനങ്ങൾക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പം കോഴിക്കോട്, ഇപ്പം അദ്ദേഹത്തിന്റെ സ്വദേശം തന്നെ ഇടുക്കി ജില്ല രാമക്കൽമേട എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് പഠിക്കാൻ വേണ്ടി ശാന്തപുരം, അതുപോലെ തന്നെ മറ്റ് ജോലികൾക്കൊക്കെ ആയിട്ട് കോഴിക്കോട്, നമ്മുടെ അൽമന സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ ഖത്തർ ഇസ്രായേൽ സെന്റർ, അതായത്
അതുകൊണ്ട് തന്നെ ഖത്തറിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ IPH, നമുക്ക് ഒരുപാട് പുസ്തകം വായിക്കുന്ന IPH, ഇസ്ലാമിക് പബ്ലിഷ്, അതിൻ്റെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ സജീവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് ഏറ്റവും അനുയോജ്യനായ ഒരു ഉദ്ഘാടകനാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ ഉദ്ഘാടകനായി ലഭിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഒരു മഹത്തായ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റസാഖ് സാറിനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്ന, വായനാദിന സന്ദേശം അറിയിക്കുന്ന ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടർ അഫ്സൽ വാസിദ് മൗലവിക്കും എൻ്റെ പേരിലും ഡിവൈൻ മേഖലയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിൽ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഡോക്ടർ അന്നക്കുട്ടി മേഡം, അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ജർമ്മനിയിലാണ് അവരുള്ളത്. അവർ ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കും. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുത്രൻ അനീസ് ബഷീറും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സഹോദരി ഫാത്തിമയുടെ ആട് നോവലിലെ പത്തുമ്മയുടെ മകൾ ഖദീജ മേഡവും ഒക്കെ ഈ ഒരു പ്രോഗ്രാം വിർച്വൽ മീറ്റിംഗിൽ ഇൻഷാല്ലാ പങ്കെടുക്കും. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് അവരെയും ഈ ഒരു പ്രോഗ്രാം സ്വാഗതം ചെയ്യുന്നു. നന്ദി അർപ്പിക്കുന്ന ഡിവൈൻ ഖുർആൻ അക്കാദമി പഠിതാവ് അനീസ് VR നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല വാക്കുകൾ കൊണ്ട് ഈ സദസ്സിനെ സ്വാഗതം ആശംസിച്ച ഷെഫീഖ് ടീമിന് നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇശാ നമസ്കാരത്തിന് വേണ്ടി ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. പ്രോഗ്രാം പുനരാരംഭിക്കുകയാണ്. അടുത്ത സെഷൻ നടക്കാനുള്ളത് അധ്യക്ഷ പ്രസംഗമാണ്. ഡിവൈൻ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അടുത്തായിട്ട് ഉദ്ഘാടന സെക്ഷനാണ് നടക്കാനുള്ളത്. നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യനായ MSM റസാഖ് സാറാണ് ഉദ്ഘാടകൻ. വിദ്യാഭ്യാസ വിചക്ഷണനും 6ഓളം കൃതികൾ സ്വന്തമായി രചിക്കുകയും അതിലേറെ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്ത ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയത്. വളരെ ആദരവോടുകൂടി ഒരു ഉദ്ഘാടന സെക്ഷനിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. Alhamdulillah rabbil alamin wassalatu wassalamu ala rasulihil karim wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin. Ma ba'd. ആദരണീയരായ ഡിവൈൻ അക്കാദമി ഭാരവാഹികളെ, എന്നെ ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ അങ്ങോളമിങ്ങോളം ഇന്നേ ദിവസം വായനാ ദിനമായി ആചരിച്ചു പോവുകയാണ്. 2017 മുതൽ അഖിലേന്ത്യാ തലത്തിൽ റീഡേഴ്സ് ഡേ ആയി ആചരിച്ച് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിവൈൻ അക്കാദമിയുടെ വായനാ ദിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വായനയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാള കവി കുഞ്ഞിനി മാഷിന്റെ വാക്യം, 4 ചെറിയ വരികൾ: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നുള്ള ആ വരികൾ ഒട്ടേറെ ആശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം. വായന എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുവാനുള്ള ഒരു മാധ്യമമാണ്. അറിവ്, വായന
മാറ്റത്തിൻ്റെ ശക്തമായ ഒരു ആയുധം. നെപ്പോളിയൻ ബോണപാർട്ട് ഒരിക്കൽ പറഞ്ഞത്, ഒരു സാമ്രാജ്യാധിപനായിരുന്നുവെങ്കിൽ ഒരു ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനായി മാറുവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും താല്പര്യവുമുണ്ടാകും. അതുപോലെ തന്നെ പുരാതന റോമിലെ ദാർശനികനായിരുന്ന സിസറൻ ബുക്കുകളുടെ അഭാവത്തിലുള്ള ഒരു മുറി പോലെയാണ്, ആത്മാവില്ലാത്ത ഒരു ആത്മാവിനെ പോലെയാണ്, അഥവാ പുസ്തകങ്ങളില്ലാത്ത ഒരു വീട്, ഭവനം അല്ലെങ്കിൽ മുറി ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. അതുപോലെ അമേരിക്കൻ പത്രപ്രവർത്തകയും വനിതാ അവകാശ പ്രവർത്തകയുമായിട്ടുള്ള മാർഗറ്റ് ഫുള്ളർ പറഞ്ഞ പ്രസിദ്ധമായ ചെറിയ ഒരു വാക്യം, ടുഡേ എ റീഡർ, ടുമോറോ ലീഡർ. ഇന്നത്തെ വായനക്കാരൻ നാളത്തെ ജേതാവും നേതാവും നായകനുമായി മാറും എന്നാണ്. ഇതിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൻ സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയുടെ ജോലിയായിരുന്നു ചെറുപ്പത്തിൽ ചെയ്തിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തി. നമുക്കെല്ലാം അറിയാവുന്ന പ്രമുഖ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം, തമിഴ്നാട്ടുകാരൻ, രാമേശ്വരം സ്വദേശിയായിട്ടുള്ള അദ്ദേഹം രാമേശ്വരം കടലോരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിലൂടെ എന്നും രാവിലെ പത്രങ്ങൾ വിതരണം ചെയ്തിരുന്ന ഒരു കുട്ടി, ഒരു ബാലൻ, പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിദ്ധനായ പ്രസിഡന്റ് ആയി മാറി എന്ന് പറയുമ്പോൾ രണ്ടുപേരും രേഖപ്പെടുത്തുന്നത്, ഞങ്ങളുടെ വിജയകരമായ ജീവിത പടവുകൾ താണ്ടുവാൻ ഞങ്ങളെ സഹായിച്ചത് വായനയായിരുന്നു, മനനമായിരുന്നു, ചിന്തയായിരുന്നു എന്നാണ്. വായനയുടെ പ്രാധാന്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19-ാം തീയതി വായനാ ദിനമായി ആചരിക്കുന്നത്. അതിൻ്റെ ശില്പി, ഉപജ്ഞാതാവ്, പ്രമുഖ അധ്യാപകനായിരുന്ന EN പണിക്കർ അദ്ദേഹം പറഞ്ഞത്, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നാണ്. കേവലമായ വായന മാത്രമല്ല, ചിന്തയിലൂടെ വിവേകം സ്വായത്തമാക്കുവാനാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രന്ഥശാലയുടെ ആവശ്യകത, ഈ വായനയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം 50കളുടെ കാലഘട്ടങ്ങളിൽ കാസർഗോഡ് മുതൽ അങ്ങനെ കന്യാകുമാരിക്കടുത്തുള്ള പാറശാല വരെ അദ്ദേഹവും സുഹൃത്തുക്കളും ജാഥ നടത്തിയാണ് ജനങ്ങളെ ഗ്രന്ഥാലയങ്ങളിൽ സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉത്ബോധിപ്പിച്ചത്. അങ്ങനെ വിപ്ലവകരമായ ഒരു മാറ്റമാണത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ കൂടിയായിരുന്നു EN പണിക്കർ എന്നും നമുക്ക് അറിയാവുന്നതാണ്. ഒരു വൈജ്ഞാനികമായ പ്രക്രിയയാണ്, ഒരു പഠന പ്രോസസ്സാണ് വായന എന്ന് പറയുന്നത്. ഒരു പുതിയ ലോകത്തേക്ക് വായന നമ്മെ ആനയിക്കുന്നുണ്ട്. വായനയിലൂടെ നമുക്ക്, പുസ്തക വായനയിലൂടെ നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്, ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. വ്യത്യസ്ത നാഗരികതകൾ, സംസ്കാരങ്ങൾ, ജനസമൂഹങ്ങളുടെ ജീവിത ക്രമങ്ങൾ, ആചാരങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ ദർശനങ്ങൾ, ഇതെല്ലാം നാം വായനയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന മനുഷ്യ സമൂഹത്തിൻ്റെ അറിവുകൾ
ഗ്രന്ഥത്താളുകളിലൂടെ വായനയിലൂടെ നാം കരസ്ഥമാക്കുന്നു. ആ ജനങ്ങളുമായി അല്ലെങ്കിൽ ആ കാലഘട്ടവുമായി സംവദിക്കുവാൻ അവരുടെ കൃതികൾ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരു ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതും എന്നുള്ള സിദ്ധിയുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതും വായനയിലൂടെയാണ്. വ്യക്തിത്വ വികാസത്തിന് നിമിത്തമാണ് വായന എന്നും നമുക്കറിയാം. സാധാരണ അധ്യാപന ക്ലാസ്സുകളിൽ, ബോധന ക്ലാസ്സുകളിലൊക്കെ 4 ബേസിക് ലാംഗ്വേജ് സ്കിൽസ് പറയാറുണ്ട്. അതിലൊന്ന് വായനയാണ്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഏതൊരു കാര്യവും നമുക്ക് കേൾക്കാതെ പറയുവാൻ കഴിയില്ല. പറയുവാൻ കഴിയാതെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആവിഷ്കരിക്കുവാനോ എഴുതുവാനോ കഴിയുകയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ തർത്തീബ്, ഓർഡർ. ആദ്യം ലിസണിങ്, കേൾക്കണം, പിന്നത് പറയണം, സ്പീക്കിംഗ്, ഇത് വായിക്കാൻ കഴിയണം. ഈ 3 പ്രോസസ് പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് എഴുതുവാൻ കഴിയൂ. ഉദാഹരണം ചൈനീസ് ഭാഷ 2-3 ലൈൻ നമുക്ക് വന്നാൽ ഒരുപക്ഷെ നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും അത് നോക്കി ഇത് വരച്ചു വെക്കാൻ കഴിയും. അതേസമയം അത് ശരിയായ രീതിയിൽ അക്ഷരവിന്യാസത്തോടുകൂടി എഴുതണമെങ്കിൽ ആദ്യം അത് കേൾക്കണം. ഇതന്നെ ക്രമപ്രബുദ്ധമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒന്ന് മറ്റൊന്നുമായി ചേർന്ന് കേൾക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഈ 4 ലാംഗ്വേജ് സ്കിൽസിന്റെ ആ ക്രമം ഏതാണ് സൂചിപ്പിച്ചത് കാണാൻ കഴിയും. ഇന്നസമ കേൾക്കണം, കേൾവി, വൽ ബസറ കാണുക, കണ്ടാലെ വായിക്കാൻ കഴിയും, വൽ അഹ്മിദത്ത് അത് ഉൾക്കൊള്ളണം. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെയധികം ലാംഗ്വേജ് പഠനത്തിൽ ഏറെ അടിസ്ഥാനപരമായ ഒരു സിദ്ധിയാണ്. അതിലൊന്നുകൂടിയാണ് വായന എന്ന് പറയുന്നത്. വായിക്കാതെ ഒന്നും നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ, ആവിഷ്കരിക്കുവാൻ, ലിഖിത രൂപത്തിലാണെങ്കിലും അല്ലാത്ത രീതിയിലും ആവിഷ്കരിക്കുവാൻ നമുക്ക് വായന വളരെ ആവശ്യമാണ്. ഒരു സമഗ്രമായ ഒരു വ്യക്തിത്വം വികസിപ്പിക്കുവാൻ, ഡെവലപ്പ് ചെയ്യുവാൻ വായന നമ്മെല്ലാവരെയും സഹായിക്കുന്നു. സാധാരണ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ജോർജ് ആർ മാർട്ടിൻ, അദ്ദേഹം പ്രമുഖ അമേരിക്കൻ നോവലിസ്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പ് 1000 ജീവിതം ജീവിക്കുന്നു. ഒരിക്കലും വായിക്കാത്ത മനുഷ്യൻ ഒരേ ഒരു ജീവിതം മാത്രമേ നയിക്കുകയുള്ളൂ. നമുക്കൊരു ആത്മവിശ്വാസം പകർന്നു നൽകുന്ന വായനയാണ്. ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ, ഒരു ഖുതുബ നിർവഹിക്കുമ്പോൾ, ഒരു പ്രഭാഷണം നിർവഹിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി വളരെ തറോ ആയ രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും അത് ക്രമീകരിക്കുകയും ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നിദാനമായത് വായനയാണ്. അതുപോലെ വായന വർദ്ധിപ്പിക്കുന്നത്, വായനാശീലം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈജിപ്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനായിരുന്ന ഡോക്ടർ അഹമ്മദ് അമീൻ ബക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ലേഖനം, അതിൻ്റെ ശീർഷകം ശ്രദ്ധിക്കുക, ലിമാദാ നഖ്റഉ വമാദാ നഖ്റഉ വകൈഫ നഖ്റഉ. ഇതാണ് നാം എന്തിനാണ് വായിക്കുന്നത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റീഡിങ്. മാദാ നഖ്റഉ, കണ്ടന്റ്, എന്താണ് നാം വായിക്കുന്നത്. ആദ്യം നാം വായനയ്ക്ക് മുതിരുന്ന മുമ്പായി നമ്മുടെ വായനയിലൂടെ നാം നേടാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കണം. ആസ്വാദനത്തിനാകാം, അറിവ് ശേഖരിക്കാനാകാം,
മറ്റ് പല സ്കില്ലുകൾ നേടിയെടുക്കാനാകാം. അതുപോലെ എന്താണ് വായിക്കുന്നത് തെരഞ്ഞെടുപ്പ്, ബോധപൂർവമായ വളരെ ബുദ്ധിപൂർവമായ വിവേകത്തോടു കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നാം നടത്തേണ്ടതുണ്ട്. പരന്ന വായനയൊക്കെ നമ്മുടെ ഭാഷാപരമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ആശയ വിപുലീകരണത്തിനുമൊക്കെ സഹായകമാണെങ്കിലും എന്താണോ നാം വായിക്കുന്നത് അത് നാം മുൻകൂട്ടി തീരുമാനിക്കണം. എങ്ങനെ വായനയുടെ രീതിശാസ്ത്രം, അതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്, എന്തായിരിക്കണം എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ജീവിച്ച ജനസമൂഹങ്ങളുടെ, ജനപദങ്ങളുടെ ജീവിതക്രമം തിരിച്ചറിയുക, അതുപോലെ സമകാലീനരായ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത ശൈലികൾ, അവരുടെ ചിന്തകൾ, ദർശനങ്ങൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയുക, അതുപോലെ മുൻഗാമികളുടെ അവരുടെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കുക, അതിലൂടെ ഒരു പുതുതലമുറയെ പടുത്തുയർത്തുക. ഇതാണ് മൗലികമായി വായനയുടെ ലക്ഷ്യമായി ഡോക്ടർ അഹമ്മദ് അമീൻ പറയുന്നു. പുതിയ കണ്ടെത്തലുകൾക്ക് നിമിത്തമാകുന്നതും വായനയാണ്. പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതും വായനയാണ്. വായനയുടെ പ്രാധാന്യം ഒട്ടേറെ നമുക്ക് കാണാൻ കഴിയും. ഒരു സമഗ്രമായ അവബോധം ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്നത്, നാം ഉത്തേജിപ്പിക്കുന്നത് വായനയാണ്. അതുപോലെ നമ്മുടെ ഭാവനാ ശക്തിയെ വികസിപ്പിക്കുന്നത് വായനയാണ്. അതുപോലെ തന്നെ സഹജീവികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് വായനയിലൂടെയാണ്. അതുപോലെ മനുഷ്യൻ അനുഭവിക്കുന്ന ആൻസൈറ്റി, അതുപോലെ സ്ട്രെസ്, ഉത്കണ്ഠകൾ, ആകുലതകൾ, വ്യഥകൾ, ഇതൊക്കെ മാറുവാൻ വായന നമ്മെ സഹായിക്കുന്നതാണ്. ദീർഘായുസ്സ് ലഭിക്കുവാനും വായന സഹായിക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത, ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വായന നമ്മെ സഹായിക്കും. അതുപോലെ മെന്റൽ വെൽബീയിങ്, മാനസികമായ ഒരു സ്വാസ്ഥ്യം, ആരോഗ്യം, ക്ഷേമം നേടുവാൻ ഈ വായനയ്ക്ക് നമ്മെ സഹായിക്കും. ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ വിശാലമായ തലമുള്ള ഒരു മേഖലയാണ് വായന എന്ന് കാണുന്നത്. ഇസ്ലാമിക കൺസെപ്റ്റ് ജനിക്കുന്നത് മുതൽ മരണം വരെ ഈ വായനയുടെ അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ, ലേണിങ്ങിൻ്റെ, പഠനത്തിൻ്റെ കാലമാണ് നീണ്ടത്. ജനിച്ചത് മുതൽ മിനൽ മഹ്ദിയിലല്ല എന്ന് പറയാം, തൊട്ടിൽ മുതൽ ചുടല വരെ ഈ പ്രോസസ്സ് നീണ്ടു നിൽക്കുന്നു. അത് പഠനത്തിൻ്റെതായ മേഖലയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം, ഇസ്ലാമിക വക്താക്കളെ സംബന്ധിച്ചോളം വായനയുടെ പ്രാധാന്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുപോലെ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ബിദ്അ എന്നറിഞ്ഞ് പറയുന്നത്, പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി, കണ്ടെത്തലുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ ഐഡിയകൾ, പുതിയ ദർശനങ്ങൾ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുവാൻ നമുക്ക് വായന സഹായിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തെ നേരത്തെ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി എക്സാം എഴുതാൻ പോകുന്ന മുമ്പ് നന്നായി വായിച്ച് പ്രിപ്പയർ ചെയ്താൽ അവൻ പതറാതെ എക്സാമിനേഷൻ ഹോളിലേക്ക് അയച്ചു പേപ്പർ വാങ്ങി സ്വസ്ഥമായി അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതി മടങ്ങി വരാൻ കഴിയും. വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാതെ വായിക്കാത്ത അലസമായി മുമ്പോട്ട് പോയ വിദ്യാർത്ഥികൾക്ക് എക്സാം എന്ന് കേൾക്കുമ്പോൾ, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭീതിയാണ്. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഇത് നമ്മുടെ എല്ലാം വിദ്യാർത്ഥി ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. അതുപോലെ ചിന്താ ചക്രവാളം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നതും വായനയാണ്. ഇതെല്ലാം കരസ്ഥമാക്കണമെങ്കിൽ വായന എന്ന് പറയുന്നത് ആ വാതിലിലൂടെ, ആ സങ്കേതത്തിലൂടെ നാം കടന്നുപോയേ മതിയാവുകയുള്ളൂ. വായനയ്ക്ക് പകരം വെക്കുവാൻ
ഈ ഭൂലോകത്ത് മറ്റൊന്നും ഇല്ല എന്നതാണ്. അതുപോലെ അത് ഡെവലപ്പ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, വിവരം, ഗ്രാഹ്യത ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിഷയത്തെ സമയത്തുള്ള ഉപരിപ്ലവമായ അറിവിനാണ് നോളജ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആ പദം സൂചിപ്പിക്കുന്ന പോലെ ആ സംഗതിയെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇദ്റാഖ് എന്ന അറബിയിൽ പറയുന്നത്. ഇദ്റാഖ് ഏറ്റവും അടിയിലേക്ക് കുഴിച്ചു ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വാക്ക്. അപ്പം ഇതെല്ലാം നമുക്ക് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായും വളരെ ഉദ്ദേശാധിഷ്ഠിതമായ രീതിയിൽ ബോധപൂർവമായിട്ടുള്ള വായന അനിവാര്യമായ കാര്യമാണ്. മനുഷ്യരും ഇതര ജീവജാലങ്ങളും മൃഗങ്ങളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകം വായനാസിദ്ധിയാണ്. അവർ എഴുതുവാനുള്ള സ്കില്ലും മനുഷ്യന് മാത്രമേ ഉള്ളൂ, ജീവജാലങ്ങൾക്കില്ല. വിശക്കുന്ന മനുഷ്യന്റെ പുസ്തകം, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തു, അതൊരു ആയുധമാണ്. പ്രമുഖ നാടകത്തായിട്ട് ബ്രഹൻസ് പറഞ്ഞ വാക്യമാണ്. അതുപോലെ സാംസ്കാരിക പൈതൃകങ്ങൾ തലമുറകൾക്ക് കൈമാറണമെങ്കിൽ വായനയും എഴുത്തും വളരെ അനിവാര്യമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂക്തം ഓതുകയുണ്ടായി. സൂറത്തുൽ അലഖ്. അത് ആദ്യത്തെ 5 വാക്യമാണ് ഖുർആനിൽ ആദ്യമായി അവതരിച്ചത് എന്ന് നമുക്കറിയാം. ആ 5 വാക്യങ്ങളിൽ, ആയത്തുകളിൽ, സൂക്തങ്ങളിൽ വായനയെ സംബന്ധിച്ച് വായിക്കുക എന്ന നിർദ്ദേശം, ആ കൽപ്പന 2 പ്രാവശ്യം ആവർത്തിക്കുന്നത്. 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ആദ്യം ഇറങ്ങുന്ന ഖുർആനിലെ വാക്യങ്ങളിൽ 5 സൂക്തങ്ങൾ തന്നെ 2 പ്രാവശ്യം വായിക്കുക എന്നുള്ള കൽപ്പന വന്നുവെങ്കിൽ അത് മാത്രം മതി ഇസ്ലാം, ഖുർആൻ, ഇസ്ലാമിക ദീൻ വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. തുടർന്ന് വായനയുടെ രീതിശാസ്ത്രവും ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിന്റെ നാഥന്റെ നാമത്തിൽ, എങ്ങനെയുള്ള നാഥൻ? നിന്നെ സൃഷ്ടിച്ച നിന്റെ സ്രഷ്ടാവായ നാഥന്റെ തിരുനാമത്തിൽ നീ വായിക്കുക. അതാണ് വായനയുടെ മെത്തഡോളജി. അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ നാമത്തിലുള്ള ഏതൊരു വായനയും മനുഷ്യന്റെ ഉന്നതിയാണ്. ഈ വചനം മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ തിരുനാമം മുൻനിർത്തിക്കൊണ്ട്, റബ്ബിന്റെ തിരുനാമം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം വായിച്ചപ്പോഴാണ് വൈജ്ഞാനിക വിപ്ലവം അവർക്ക് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞത്. ശാസ്ത്ര മേഖലയിൽ ലോകത്തെ അതിജയിക്കുവാൻ അവർക്ക് സാധ്യമായിരുന്നു. ആദ്യകാലത്ത് ഈ ആയത്തിന്റെ പ്രചോദിതമായി അവർ പഠിച്ചു, വായിച്ചു, ചിന്തിച്ചു, കാര്യങ്ങൾ ഗ്രഹിച്ചു, അറിവ് നേടി. അതാണ് ലോകത്ത് വൈജ്ഞാനിക വിപ്ലവത്തിന് നിമിത്തമായത്. ഇത് മാത്രമല്ല, 14-15 നൂറ്റാണ്ടുകളുണ്ടായ റിനൈസൻസ് മൂവ്മെന്റ്, നവോത്ഥാനത്തിന് നിമിത്തമായതും അറബികളുടെ വൈജ്ഞാനികമായ സംഭാവനകളായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഖവാറസ്മിയെ ഫാദർ ഓഫ് അൽജിബ്രയുടെ വക്താവാക്കുവാനും, ജാബർ ഖയ്യാനെ ഫാദർ ഓഫ് കെമിസ്ട്രിയുടെ പേരറിയപ്പെടുവാനും, ഫൗണ്ടർ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സോഷ്യോളജിയുടെ ഉപജ്ഞാതാവ് ഇബ്നു ഖൽദൂനാണ്. അതുപോലെ ഇബ്നു ഹൈതം കിതാബുൽ മനാദ്, ബുക്ക് ഓഫ് ഒപ്പിറ്റ്സ്, അതുപോലെ വിനാശാസ്ത്രത്തിന്റെ ആദ്യ ഉപജ്ഞാതാവ്
അതുപോലെ അവിസന്ന, ഇബ്നു സീന, അത് നമുക്കറിയാം, വൈദ്യശാസ്ത്രം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഖുർആനും ഇന്നും വൈദ്യശാസ്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായി ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് റബ്ബിൻ്റെ തിരുനാമത്തിൽ വായനയുടെ മെത്തഡോളജി ആവിഷ്കരിച്ചുകൊണ്ട് അവർ വായിച്ചപ്പോഴാണ് വിവിധ വിജ്ഞാന ശാഖകളുടെ ഉപജ്ഞാതാക്കളും ഫൗണ്ടർമാരും ഫാദർമാരുമായി മാറുവാൻ അവരെ പ്രേരിപ്പിച്ചത്. മനുഷ്യന് മാത്രം ലഭിച്ച സിദ്ധിയാണ് വായിക്കുക. അതുകൊണ്ടാണ് വീണ്ടും രണ്ടാമത്തെ കൽപ്പന, അക്രം, നിന്റെ നാഥൻ ഏറ്റവും കൂടുതൽ ഔദാര്യവാനാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യം മനുഷ്യനെ വായിക്കുവാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വായിക്കുവാനുള്ള സിദ്ധി അവൻ ജന്മസിദ്ധമായി നൽകിയിട്ടുള്ളതാണ്. പഠിക്കുവാനുള്ള കഴിവ് നൽകി, പഠിക്കുവാനുള്ള മെത്തഡോളജി പറഞ്ഞു കൊടുത്തു എന്നതാണ്. പിന്നീട് പറയുന്നു, അല്ലതി, ഇങ്ങനെയുള്ള അക്രമായ അല്ലാഹുവാണ് അല്ലമൽ ഖലം, പേന കണ്ടു പഠിപ്പിച്ചു. പേന എന്ന് പറയുന്നത് വിജ്ഞാന ശേഖരത്തിൻ്റെ, വിജ്ഞാന സമ്പാദനത്തിൻ്റെ, ആവിഷ്കാരത്തിൻ്റെ ഒരു മാധ്യമമാണ്. കാലം മാറുന്ന ദിവസത്തിൽ അത് മാറാൻ സാധ്യതയില്ല. മനുഷ്യന് അറിയാത്ത കാര്യം അല്ലമൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അറിയുന്ന കാര്യം പഠിക്കുകയില്ല. അപ്പോൾ ഒരു ശക്തമായ ആവിഷ്കാര ഉപാധിയാണ് പേന. ആ പേന ഉപയോഗിച്ച് അവൻ പഠിപ്പിച്ചു. അതിലൂടെ എന്താണ് മനുഷ്യൻ അവനെ പഠിപ്പിച്ചത്? അവന് അറിയാത്ത കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ നോളജും. അതിൻ്റെ ഉറവിടം അള്ളാഹുവാണ്, പ്രപഞ്ച സ്രഷ്ടാവാണ്. അവൻ്റെ നാമത്തിൽ വായിക്കുക, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു റീഡിംഗ് ഹാബിറ്റാണ്, ഒരു റീഡിംഗ് മെത്തഡോളജിയാണ്, ഒരു രീതിശാസ്ത്രമാണ്. മനുഷ്യനെ അവൻ അറിയാത്ത കാര്യം അള്ളാഹു പഠിപ്പിച്ചു. അത് പേന കൊണ്ട് പഠിപ്പിച്ചു. മറ്റൊരു ജീവജാല വർഗങ്ങൾക്കും മറ്റൊരു ജീവിക്കും ഈ ഒരു സിദ്ധി അള്ളാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് അക്രമം ഏറ്റവും അത്യുദാരനാണ് നിന്റെ നാഥൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആനിലെ ആദ്യ സൂക്തം, ആദ്യ അധ്യായം അല്ലെങ്കിൽ ആദ്യ വചനങ്ങൾ തന്നെ വായനയുടെ പ്രാധാന്യമാണ്, അതിൻ്റെ മെത്തഡോളജിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇസ്ലാം വായനയ്ക്ക് നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പിന്നീട് കാലം മുമ്പോട്ട് പോയി, യുഗാന്തരങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു കാലത്ത് വിജ്ഞാന വിപ്ലവത്തിന് തുടക്കം കുറിച്ച മുസ്ലിം സമൂഹം പ്രഫുല്ലമായ നാഗരികത പടുത്തുയർത്തുവാൻ നേതൃത്വം നൽകിയവർ അവര് പിന്നാക്കം പോകുന്ന ദുഃഖകരമായ അവസ്ഥയും നമുക്ക് കാണാതിരിക്കുന്നുണ്ടാകും. തിലാവത്തുൽ ഖുർആൻ എന്ന് പറയാറുണ്ട്. തിലാവത്തുൽ ഖുർആനും ഖിറാഅത്തുൽ ഖുർആനും തമ്മിൽ ചെറിയ നേരിയ വ്യത്യാസമുണ്ട്. ഖിറാഅത്ത് പാരായണമെന്നാണ്, തിലാവത്ത് പാരായണം എന്ന് സാധാരണ മലയാളത്തിൽ പറയും. തല യദ്ദുലു എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാണ്. അൽ അസ്മാഉൽ മദ്കൂറത്തു താലിയ സാധാരണ പറയാറുണ്ട്. താഴെ പേര് പറയുന്ന വ്യക്തികൾ, ഫോളോവിംഗ് പേഴ്സൺസ്, തുടർന്ന് വരിക. അഥവാ വായിക്കുന്ന ഖുർആനിക പാഠങ്ങൾ, അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക, കർമ്മപദത്തിൽ കൊണ്ടുവരിക, അത് കർമ്മപദത്തിൽ ആവിഷ്കരിക്കുക, ഖുർആൻ ജീവിതത്തിൽ പകർത്തുക. ആ ഒരു ആശയമാണ് തിലാവത്തുൽ ഖുർആൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഖിറാഅത്തുൽ ഖുർആൻ കേവലമായ ഉപരിപ്ലവമായ പാരായണമല്ല, ചിന്തിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് അത് വായിക്കുക. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. എക്കാലവും അതാണ്. ഈ വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ വായിക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. അവർ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്നു. നിങ്ങൾ ഖുർആൻ പഠിതാക്കളാണ്.
എല്ലാവരും നിത്യജീവിതത്തിൽ ഏതാനും ഖുർആൻ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു. മിക്ക വീടുകളും അത് തന്നെയാണ്. പാരായണം ചെയ്യാൻ സാധ്യമാകാത്തവർ തന്നെ നമസ്കാരങ്ങളിൽ, നിർബന്ധ നമസ്കാരങ്ങളിൽ ഖുർആൻ സൂക്തങ്ങൾ, ശകലങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ ഖുർആന്റെ വായനയും നമുക്ക് പുതിയ ആശയ പ്രപഞ്ചം, പുതിയ മണ്ഡലം, പുതിയ അറിവ് തുറന്നു എന്താണ് നാം മനസ്സിൽ വായിക്കും. സൂറത്തുൽ ഫാത്തിഹ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. ഓരോ പ്രാവശ്യം നാം ഈ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആലസ്യം ഉണ്ടാവുകയില്ല, മടുപ്പ് അനുഭവപ്പെടുകയില്ല, വിരസത അനുഭവപ്പെടുകയില്ല. ഇങ്ങനെ വിരസത അനുഭവപ്പെടാത്ത ഭൂലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥമെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മറ്റേത് നോവലാണെങ്കിലും കവിതയാണെങ്കിലും നാം 3-4 പ്രാവശ്യം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടില്ല. അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടി വായിക്കും. പിന്നീട് നാം വായിച്ച് മാറ്റിവെച്ചിട്ടുള്ള ആ ഗ്രന്ഥം വീണ്ടും വായിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ സാധാരണ ഒരാളും അംഗീകരിക്കുകയില്ല. അടുത്തു കഴിഞ്ഞിരിക്കുന്നു, പുതുതായി ഒന്നും അത് കിട്ടാനില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ പുനർവായനയും പുതിയ ചിന്തകളും ആശയങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രത്യേകത. പുതിയ അനുഭൂതി നമുക്കുണ്ടാകും, പുതിയ വിവരങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ മനസ്സിൽ ഖുർആൻ പാരായണം ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ വ്യാഖ്യാന കൃതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് എന്തിനെങ്കിലും കൂടുതൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഓരോ മനുഷ്യനും വായിക്കുമ്പോഴും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയധാരകൾ, ചിന്തകൾ അത് അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ ചെയ്യുന്നത്. സെയ്ദ് ഖുത്ബ് ഫീ ദിലാലിൽ ഖുർആന്റെ അവസാന ഭാഗങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പല മഹാന്മാരും കാരാഗ്രഹ ജീവിതത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാം അവർക്ക് പ്രേരകമായി മാറിയത് മുൻകാല വായനയാണ്. ദിനേനയുള്ള ഖുർആൻ പാരായണം നമുക്ക് ഒരു മടുപ്പും അനുഭവപ്പെടുന്നില്ല. ആവർത്തന വിരസത അനുഭവിക്കാതെ വായിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തു. നാളെ രാവിലെ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഖുർആൻ ഏതൊരു മറ്റൊരു അധ്യായം പാരായണം ചെയ്യുക. അതേ സംബന്ധിച്ച് ചിന്തിക്കുക. അതിൻ്റെ അക്ഷര വിന്യാസങ്ങളെക്കുറിച്ച്, ഫുറൂഖുകളുടെ മതപരമായ അർത്ഥവ്യത്യാസങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചു നോക്കുക. വൈകുന്നേരം വീണ്ടും മഗ്‌രിബ് നമസ്കാരമാണ്, നിങ്ങൾ അതേ ഭാഗം വീണ്ടും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ വായനയിലൂടെ ലഭിക്കാതിരുന്ന പുതിയ അനുഭൂതി, പുതിയ ആശയം, പുതിയ ചിന്തകൾ, പുതിയ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് നമുക്ക് പ്രായോഗിക തലത്തിൽ അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഖുർആൻ പാരായണം നമുക്ക് ഈമാനികമായ വർധനവ് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇസ്ലാം വിജ്ഞാനത്തിനും വായനയ്ക്കും നൽകിയിട്ടുള്ള പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ മുസ്ലിം സമൂഹം വായനയോട്, വിജ്ഞാനത്തോട്, വിശുദ്ധ ഖുർആനോട് കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച വളരെ മനോഹരമായ രൂപമാണ് സാധാരണ കഥകളിൽ പറയാറുണ്ട്. മരുഭൂമിയിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഒട്ടകം സഞ്ചരിക്കും. അതിൻ്റെ ചുമരിൽ തോൽപാത്രത്തിൽ കുറെ വെള്ളമുണ്ടായിരിക്കും. പക്ഷേ ഈ ഒട്ടകം മനസ്സിലാക്കുന്നില്ല, അത് വെയിൽ കൊണ്ട് വലഞ്ഞ് മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ പോലെയല്ല ഒട്ടകം.
ധാരാളം ദിവസം വെള്ളം കുടിക്കാതെ അതിജീവിക്കാൻ കഴിയും. വർഷങ്ങളോ അല്ലെങ്കിൽ മൈലുകളോ താണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുട്ടുപഴുത്ത മണലാരണ്യമാണ്. ഒരിക്കലും അതിന് തൻ്റെ ദാഹം ശമിപ്പിക്കുവാനുള്ള ദിവ്യ ഔഷധം താൻ കയറിക്കൊണ്ടിരിക്കുന്നു, ചുമന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ജലം, വാട്ടർ ഞാൻ എൻ്റെ കുതുകിൽ ഇരിപ്പുണ്ട് എന്ന വസ്തുത ആ വിധത്തിൽ അറിയില്ല. അതുപോലെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ദാഹശമനയാണ് വിശുദ്ധ ഖുർആൻ എന്ന് തിരിച്ചറിയുവാൻ മുസ്ലിം സമൂഹം വഹിക്കുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാം വിജ്ഞാന സമ്പാദനത്തിന് ഒട്ടേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. നിരൂപണ വിധേയമായിട്ടുള്ള ഒരു ഹദീസ് അല്ലെങ്കിൽ പ്രവാചക വാക്യം അല്ലെങ്കിൽ ഒരു അർത്ഥവാക്യം ഞാൻ പറഞ്ഞ നിരൂപണ വിധേയമാണ്. അപ്പോൾ നാളെ അത് പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ എന്ന് കാണാൻ പറ്റും. പക്ഷെ അതേസമയം ആശയം നോക്കൂ. മക്കയിൽ നിന്ന് പ്രവാചകൻ ഈ വാചകം പറയുമ്പോൾ, ഈ വാക്യം പറയുമ്പോൾ ചൈനയും മക്കയും നമ്മുടെ ദൂരം നാം ചിന്തിച്ചു. പ്രാക്തന സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ചൈന. അത്രയും മൈലുകൾ താണ്ടി വാർത്താ സഞ്ചാര മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അങ്ങ് അങ്ങനെ പോയാണെങ്കിലും വിജ്ഞാനം കരസ്ഥമാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുള്ള ഇൻസ്പിറേഷനാണ് പ്രവാചകൻ ആ വാക്യത്തിലൂടെ നൽകിയിട്ടുള്ളത്. മുസ്ലിമാണ്. ആ ഹദീസിൽ ഒരു മുസ്ലിം പുരുഷനെയും സ്ത്രീയെയും ചേർത്തുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിവരം വിജ്ഞാന സമ്പാദനാർത്ഥം ഒരാൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അവന് വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടം അവൻ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഒന്നും അറിയുമായിരുന്നില്ല. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒന്നും അറിയില്ല. ശുദ്ധ ഹൃദയമാണ്. ശുദ്ധമായ പ്രകൃതിയിൽ യാതൊരു ഗൗരവമില്ല. ഒന്നും കൈമുതലായി ഈ ഭൂമി ഇല്ലാതെ ഭൂമിയിലേക്ക് ജനിച്ച ആ മനുഷ്യന് അവന് കേൾക്കുവാനുള്ള ശ്രവണേന്ദ്രിയം നൽകി, കാണുവാനുള്ള ദർശനോപാധികൾ നൽകി, ചിന്തിക്കുവാനുള്ള ഹൃദയം നൽകി. അതിലൂടെയാണ് മനുഷ്യൻ വിജ്ഞാന ലോകം കൈപ്പിടിയിൽ ഒതുക്കുന്നത്. നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന നാഥ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണം. ഇൽമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, വിജ്ഞാനമുണ്ടെങ്കിൽ അവൻ ഏത് സമൂഹത്തിന് മുമ്പിലും തലം ഉയർത്തി നിൽക്കുവാൻ കഴിയും. ഏതൊരാളുടെ മുമ്പിലും തലം ഉയർത്തി അഭിമാനബോധത്തോടുകൂടി നിൽക്കുവാൻ അവന്, ഒരു വ്യക്തിക്ക്, നമുക്കെല്ലാവർക്കും വിജ്ഞാനം, അറിവ്, നോളജ് സഹായിക്കുന്നു. അതുപോലെ വേറെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പാരായണത്തിൽ കൂടെ ഹർമ്മത്ത് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനെ ഏറ്റവും ഭയക്കുന്നത് പണ്ഡിതന്മാരാണ്, വിവരമുള്ളവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളിൽ വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തിട്ടുള്ളവർക്ക് ഉന്നത പദവികൾ, സ്ഥാനം അള്ളാഹുവിന്റെ പക്കലുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം വിജ്ഞാന ശേഖരത്തിന്, വിജ്ഞാന സമ്പാദനത്തിന്, ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയതായി കാണുവാൻ കഴിയും. നമുക്കറിയാം, ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിങ്ങൾ
ചിന്തിക്കുന്നില്ലേ, ഞങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, ഞങ്ങൾ കാണുന്നില്ലേ എന്നുള്ള വാക്യശകലങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കാണാൻ ഒട്ടകത്തെ നോക്കുന്നില്ല, ആകാശത്തെ നോക്കുന്നില്ല, ഭൂമിയിൽ ഭൂമിയിലോ സഞ്ചരിക്കുക, ജനസമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ധാരാളം വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകൾ പഠിക്കുവാൻ, അതിൻ്റെ കടന്നു ചെല്ലുവാൻ, അവിടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നു. ആ പ്രേരണയിലൂടെ ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ ഡിവൈൻ അക്കാഡമിയെ മനസ്സിലാക്കുന്നിടത്തോളം മുതിർന്നവർക്കും ബാലന്മാർക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ വിവിധ തലങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം പഠിപ്പിക്കുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഒരു നിങ്ങളുമായി സംവദിക്കുവാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളെ അനുമോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹന ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് വായനയുടെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ അർത്ഥവത്തായ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച റസാഖ് സാർ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് വലിയൊരു ബൃഹത് ഗ്രന്ഥം, നാം അനുഭവിച്ച ഖത്തർ, കണ്ടും കേട്ടും വായിച്ചും നാം അനുഭവിച്ച ഖത്തർ, ആ ചരിത്രവും അതിൻ്റെ ജനതകളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചുമൊക്കെ ഷെയ്ഖ് ഫൈസൽ ഇബ്നു ഖാസിം അൽബാനി എഴുതിയ ആ ഒരു ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ ചീഫ് ഗസ്റ്റാണ്. അദ്ദേഹം ആ ബുക്ക് ഡിവൈന് കൈമാറുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നതിനായി ഡിവൈൻ ഡയറക്ടർ അൻസർ ഫാറൂഖി ക്ഷണിക്കുന്നു. ഇത് ഖത്തറിൻ്റെ സമ്പൂർണ്ണ ചരിത്ര കൃതിയാണ്. മലയാള ഭാഷയിൽ ഖത്തറിൻ്റെ ചരിത്രം പ്രതിപാദിക്കുന്ന പ്രഥമ കൃതിയാണ്. ഖത്തറിലെ വ്യവസായ പ്രമുഖനും ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ മ്യൂസിയത്തിൻ്റെ ഉടമയുമൊക്കെ വ്യവസായ പ്രമുഖനും കൂടിയാണ് ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം ആൽ ഖാനി. അദ്ദേഹം ആണ് ഈ ഗ്രന്ഥം അറബിയിൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം റോയൽ ഫാമിലിയിൽപ്പെട്ട വക്താവ് കൂടിയാണ്. നിലവിലുള്ള ഭരണാധികാരിയുടെ ഒരു 7 തലമുറയ്ക്ക് മുമ്പുള്ള ഗ്രാൻഡ് ഫാദർ ഖത്തറിൻ്റെ സ്ഥാപകൻ്റെ മകനായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പിതാവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഖത്തറിൻ്റെ സ്ഥാപകൻ്റെ മകൻ ഷെയ്ഖ് അബ്ദുള്ള. അപ്പം അദ്ദേഹം 8 ഭാഷയിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിലവിൽ 4 ഭാഷയിൽ ഇറങ്ങിക്കഴിഞ്ഞു. മലയാള ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഖത്തറിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ 8 ഭാഷയിലുള്ള വിവർത്തനങ്ങളും പ്രസിദ്ധീകരിക്കുന്നത്. 2 മാസം മുമ്പ് ഡൽഹിയിൽ നടന്ന വേൾഡ് ബുക്ക് ഫെയറിലായിരുന്നു ഇതിൻ്റെ പ്രകാശന കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടത്. അതിൽ 15ലധികം രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അംബാസഡർമാരും ഗ്രന്ഥകർത്താവും വിവർത്തകരുമെല്ലാം അതിൽ പങ്കെടുത്തതാണ്. അതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ മാറ്റി മീഡിയകളിലൊക്കെ വന്ന കാര്യമാണ്. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും 2ാമത്തെ സെക്ഷനിലും ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകുകയും ഈ പ്രോഗ്രാമിന് അനുമോദനം നൽകാൻ തയ്യാറായി നിൽക്കുന്ന അന്നക്കുട്ടി മാഡത്തിനെ ക്ഷണിച്ചു.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? തുടങ്ങി. ആ ബഹുമാനപ്പെട്ട അധ്യക്ഷ, മറ്റ് മിനിസ്റ്ററുകളെ എല്ലാവർക്കും ആദ്യമായി തന്നെ നീണ്ട നല്ലൊരു പ്രഭാഷണത്തിന് ശേഷം ആദ്യം പറയണം 10 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിന് മുൻപ് തന്നെ ഞാൻ അതുമായിട്ട് നന്ദി പറയുന്നു. വായന അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറയേണ്ടിയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ഓർഡർ: വാക്കിന്റെ അത്ഭുത ലോകവും വായനയുടെ രഹസ്യശക്തിയും മനുഷ്യ ജീവിതയാണ്. ഇസ്ലാമിക് വീക്ഷണഗതിയിൽ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായി ഞാൻ വളരെ സന്തോഷത്തോടെ മനസ്സിലാക്കി. സൂറ അൽ-അലാഖ് 1:5 അത് വായനയ്ക്ക് എന്തുമാത്രം മഹത്വം കൊടുക്കുന്നുണ്ട്, വായനയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു. അത് നമ്മുടെ ഒരു ഒബ്ലിഗേഷനായി അതിൽ പറഞ്ഞിരിക്കുന്നതിനാണ്. Arine values reading considered as a religious obligation even, stemming from the very first revelation received by the Prophet Muhammad. Read. And this emphasizes on reading, particularly the Quran, is seen as a path to knowledge, guidance, a saving knowledge, I would say, and spiritual growth. Intellectual as well as spiritual growth. That both. In Surah, പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. ഒരു വലിയ സ്കോളർ, ഇസ്ലാമിക് സ്കോളർ ഖലീൽ മുഹമ്മദ് ജിഫറി ചെയ്യുന്നതും വളരെ നല്ല ആർട്ടിക്കിളിൽ പറയുന്നതും ഇത് നമ്മുടെ ദൈവികമായ എല്ലാ ജ്ഞാനവും ഇതിൽ ഉൾപ്പെടുത്തുന്ന എല്ലാം all embracing knowledge is asked here. So വായന നമുക്ക് എല്ലാം വായിക്കേണ്ടി വരും. എങ്കിലും വായനയിൽ നമ്മൾ തന്നെ നമ്മുടെ ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ഒരു കടമയല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കൂടിയാണ്. ഞാനിതിൽ ഇപ്പോൾ വായനയെ പറ്റി വായന ഒരു ഡയലോഗ് എന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. അത്തരത്തിൽ എഴുത്തുകാരൻ വായനക്കാർക്ക് പറഞ്ഞിട്ട് പലപ്പോഴും അത് ധർമ്മസംബന്ധമാകാം, നമ്മെ ഉണർത്തുന്നത് ചിലപ്പോഴൊക്കെ വളരെ അത്ഭുതമായ ഡയലോഗാകാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ അവസരത്തിൽ കേരളം സാക്ഷരതയിൽ മുകളിൽ നിൽക്കുന്നയാളാണ്. പ്രത്യേകിച്ച് കോട്ടയം ഡിസ്ട്രിക്റ്റ് 100% എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു അവസരമാണ്, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വായനയെ പറ്റി ഇവിടെ സംസാരിക്കുന്നത്. ഈ വായനയുടെ ഡയലോഗ് നമ്മെ സന്തോഷിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമാകാം. ഈയിടെ എനിക്ക് ആരോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു: വാക്ക് കണ്ണു നിറയാനും മനസ്സ് നിറയാനും ഒരു വാക്ക് മതി. അർത്ഥത്തിലല്ല, ഉപയോഗിക്കുന്നതിലാണ് വാക്കിന്റെ പൊരുൾ. ആരാണ് ഇതിന്റെ ഓർഡർ എന്ന എനിക്കറിയില്ല. ഇങ്ങനെ അയച്ചു. വാക്കുപയോഗിച്ച് പറഞ്ഞ ഈ സന്ദേശം കണ്ടപ്പോൾ എനിക്ക് വലിയ ക്രിസ്ത്യൻ പള്ളികളിൽ ചൊല്ലുന്ന പ്രാർത്ഥന എന്റെ ഓർമ്മ വന്നു. അതിങ്ങനെയാണ്: ദൈവമേ, അങ്ങേ സ്വീകരിക്കാൻ ഞാൻ അർഹയല്ല, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വാക്കിന്റെ രണ്ട് തരത്തിലുള്ള ശക്തി ഞാൻ ഒന്ന് വാക്കിന്റെ മനുഷ്യാവതാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കുറച്ചു കയറുവാനുള്ള സ്ഥാനത്തേക്ക് വരുന്നു. ആ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മെ ഉദ്ധരിക്കാനുള്ള, നമ്മെ പരിശുദ്ധരാക്കി വിശുദ്ധരാക്കി രക്ഷിക്കാനുള്ള ഒരു ശക്തിയാണ് നാം കാണുന്നത്. ഇവിടെ മുകളിലേക്ക് ഉയർത്താനുള്ളത്. ആദ്യത്തേത് നമുക്ക് വേണമെങ്കിൽ becoming human എന്ന് പറയാം. മറ്റൊരു ഡയറക്ഷൻ, അതായത് ഒന്ന് ഇൻകാർണേഷൻ ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനുഷ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തത് യൂണൈസേഷൻ ഓഫ് ദി വേൾഡ്, നമ്മെ മുകളിലേക്ക് കൊണ്ടുപോകാൻ അത് സഹായിക്കുന്നു. ഈ രണ്ട് പ്രവാഹങ്ങളും നമ്മുടെ വായനാത്മക അനുഭവത്തിൽ സംഭവിക്കാം. അടുത്ത പ്രവാഹത്തിന് എനിക്ക് ഇൻവിറ്റേഷൻ ആയിട്ട് വന്നപ്പോൾ അതിലെ രണ്ട് വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ വളരെ സന്തോഷിച്ചു എന്ന് പറയട്ടെ. പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. അതിൽ ഞാൻ കണ്ടു ഡിവൈൻ ലൈബ്രറി. വാക്കുകൾ, അക്ഷരങ്ങൾ ഡിവൈനാണ്, ഒരു ഡിവൈൻ ശക്തിയാണ്. അക്കാര്യം ഇന്നത്തെ ലോകം നടന്നുകൊണ്ടിരിക്കുന്നു. ആഗോള ശക്തി സെക്യുലറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്. അപ്പോൾ ഈ സീക്രട്ട് പവർ ആൻഡ് ഫങ്ഷൻ ഓഫ് മനുഷ്യൻ മറന്നു പോകുന്നു. ശരിക്കും വായന കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എഴുത്തും വായനയും ഒന്നിച്ചു പോകുമെന്ന് പറയാം. ഒരു തരത്തിൽ അക്ഷരങ്ങൾ എഴുതാനും തിരിച്ചറിയാനും തുടങ്ങുമ്പോൾ, കുട്ടികൾ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ വായനയുടെ ആരംഭമാണ് എന്ന് പറയുകയും, അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രത്യേകിച്ച് സാക്ഷരതാ കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വായന. ഉണ്ടാകണമെങ്കിൽ സാക്ഷരത ആവശ്യമാണ്. അക്ഷരജ്ഞാനം വായനയുടെ ആദ്യ രഹസ്യം. അക്ഷരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും വലിയൊരു പങ്കുണ്ട്. എൻ്റെ അമ്മയാണ് എന്നെ ആദ്യമായി അക്ഷരം എഴുതാൻ പഠിപ്പിച്ചത്. അത് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ മണലിൽ. അക്ഷരം എഴുതുന്നത് തന്നെയല്ല, ഭംഗിയായി എഴുതണം എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ അന്നൊക്കെ ഒരു അച്ചടിച്ച് പുസ്തകം എഴുതാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അച്ചടിച്ച കടലാസ്, അങ്ങനെ അച്ചടിച്ച് കടലാസ് നിരന്തരം വീണതാണെങ്കിൽ അത് കീഴി ചവിട്ടിയാൽ അത് ഒന്നാമത്തോടുകൂടി അത് ഒരു സേക്രഡ് പവറായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അക്ഷരത്തെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ അക്ഷരത്തെ കാണുന്നത്. കാലങ്ങളൊക്കെ കടന്നുപോയി എന്ന് പറയുകയും ഇന്ന് കറുപ്പൊക്കെ അക്ഷരം എഴുതാൻ പലർക്കും അറിയില്ല. ഈ അർത്ഥത്തിലുള്ള രണ്ട് ചെറിയ കവിതകൾ വായിച്ച അക്ഷരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നത്, അതോടൊപ്പം ഭാഷയുടെ അക്ഷരത്തിന്റെ ഭാവിയെപ്പറ്റി ലോകത്തിൽ എത്രയോ വാർത്തകളുണ്ട്. അതിലെ ആദ്യത്തെ കവിത ഇങ്ങനെയാണ്: അമ്മ തന്നെ സ്ത്രീധനമായൊരു അക്ഷരം കിട്ടി, അച്ഛനേകി തൂവൽ അതിന് തൂവൽ, അച്ഛനേകിയൊരു ചെറു തൂവൽ എനിക്ക് അതിന്റെ താക്കോലായി യാത്ര പറഞ്ഞു. അക്ഷരങ്ങൾ കൊണ്ടൊരു വഴിയൊരുക്കി അക്ഷരത്തിൽ താക്കോലും കയറി തുടർന്നാൻ എന്റെ പദയാത്ര കൂടിയത്. അക്ഷരങ്ങൾ കൊണ്ട് നാവിലൊരു കൂടുകൂട്ടി ഒരക്ഷര പക്ഷിയായി പറഞ്ഞു ഞാനൊരു രാത്രി. മാനം പാലിയാകാൻ കുതിച്ചു, മാനം തീർന്നപ്പോൾ ഒരു നക്ഷത്രത്തെ തുണിയിൽ ഞാൻ. ആ വീഴ്ചയെ ഉണർന്നൊരക്ഷരത്തൊട്ടുള്ള അക്ഷരക്കാർക്ക് കാണാൻ വിരിഞ്ഞൊരക്ഷരപ്പൂ വീണഭൂമിയുടെ യാറ്. സാക്ഷരതയുടെ ആവശ്യത്തെപ്പറ്റി പറയാനും നമ്മൾ അന്നൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത ഇവിടെ പറയുന്നത്. ലോകത്തിൽ എത്രയോ ഭാഷകളുണ്ട്. അത് ലോകത്തിന്റെ സമ്പത്താണ്. ഇന്നത്തെ നമ്മുടെ ഇക്കാലത്ത് നാട്ടിന്റെയും വായുവിന്റെയും ഒക്കെ ഭാഷി എവിടെയാണ് എന്ന് ചിന്തിക്കാറുണ്ട്. അതേപറ്റി ഒരു ചെറിയ കവിത: അക്ഷര വിപ്ലവം.
നാഭിയിൽ നിന്നിറങ്ങുന്ന ഹൃദയത്തിലെ ഉള്ളിൽ നോക്കി കണ്ടത്തിലെ തുരങ്കം കടന്ന് നാട്ടിൽ കുത്തി അമ്പുകൾ ചെയ്തപ്പോൾ അക്ഷരപ്പെട്ട് കുത്തി പറവണം പറന്നു സ്വരങ്ങൾ കേൾക്കായി ഞരങ്ങി മൗനത്തിൽ ഉറങ്ങി ഉണർന്നു ആദ്യത്തെ നാട്ടിന്റെ മുഖത്തിൽ നിന്ന് തുള്ളിയ വാക്കിനെ കൈക്കുള്ളിൽ ഓരയിലോ ചർമ്മത്തിലോ കൈയെടുക്കാൻ തപ്പിയപ്പോൾ വാക്കിന്റെ രണ്ടാമത്തെ ഉത്സവം. നവോദയ വസന്തങ്ങൾ തന്നെയും പിന്നെയും കടന്നുപോയി. സാക്ഷര വിപ്ലവത്തിൽ അക്ഷരങ്ങൾ തോന്നുപോയി. അതിർക്ക് മാത്രമായി അവശേഷിക്കും. വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ അക്ഷരങ്ങളെല്ലാം ഒഴിച്ചുപോയി. പാശ്ചാത്യ ധവളത്തിലേക്ക് ആംഗ്ലേയ അക്ഷരത്തിൽ പറ്റി ഉറപ്പാക്കുന്ന ലോകത്തെ ഈ ആഗോള പകർച്ചവ്യാധിയിൽ നമ്മുടെ സാക്ഷരത അക്ഷരങ്ങൾ രക്തസാക്ഷികൾ നമ്മുടെ സാക്ഷികൾ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലല്ലേ നമ്മൾ ഇന്ന് ഒരു തരത്തിൽ നമുക്ക് വായിക്കാനുണ്ടാവുന്നത്. മറ്റ് പുസ്തകങ്ങളില്ല എല്ലാം നമുക്ക് ഒരു ഭാഷ തന്നെയല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു മനുഷ്യ ലോകത്തിലാണ്. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. വിവിധ തരത്തിൽ നമ്മൾ ചെയ്യുന്നു. വിവിധ ഭാഷകൾ മനുഷ്യ ലോകത്തിന്റെ വലിയ സമ്പത്താണ്. പല മണങ്ങൾ ഈ ഭാഷയുടെ ഈ സ്റ്റോക്ക് ശ്രദ്ധിക്കുന്നില്ല. പണത്തിന്റെ നമ്മുടെ ലോകം ആത്മീയമായി അല്ലേ ഇത് ഞാൻ സംശയിക്കാറുണ്ട്. പലപ്പോഴും ഭാരതത്തിന്റെ ഒരു സവിശേഷതയാണ് plurality of languages, plurality of religions, plurality of cultures. മാതൃഭാഷ, മാതൃഭാഷ, ആദ്യ ഭാഷ, രണ്ടാം ഭാഷ നമുക്ക് വായനയിൽ സ്വാതന്ത്ര്യമാണുള്ളത്. എന്തൊരു നല്ല കാര്യം. ഇതെല്ലാം വായനാശീലത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. വായന കൊണ്ട് നമ്മൾ വിശാല മനസ്സുകളാകുന്നു. നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു. പല സംസ്കാരങ്ങൾ പരിചയപ്പെടുന്നു. ഉയർന്ന മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്നു. വായന നമ്മൾ ലോകത്തിന്റെ വിശാലതയിലേക്ക് കടക്കാൻ തുറക്കുന്ന ഒരു വാതിലാണ്. വായന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ പുസ്തകങ്ങളെ അല്ലെങ്കിൽ വായനയിൽ നമ്മൾ എങ്ങനെ നാം പുസ്തകങ്ങൾ വായനയ്ക്കായി തിരഞ്ഞെടുക്കണം? സ്പെഷ്യൽ ഗ്രന്ഥങ്ങൾ എല്ലാ മതങ്ങൾക്കും എല്ലാം തന്നെ ഉണ്ട്. മതങ്ങൾക്ക് വിശുദ്ധ രുചിയാണ് എന്നതിനൊന്നും സംഭവമില്ല. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായനയുടെയും ജീവിതത്തിന്റെയും ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിയും. The divine function and the divine library are absolutely important. അക്ഷരത്തിന്റെ സീക്രട്ട് പവർ നമ്മുടെ ഡിവൈൻ ലൈബ്രറികളിൽ തെളിയിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നല്ല സാഹിത്യം നമ്മെ സഹൃദയരാകും. കഥകൾ, നോവലുകൾ, കവിതകൾ, നല്ല ഉപന്യാസങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യും. നല്ലൊരു പുസ്തകം നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആവാം. നമ്മെ സഹൃദയരാക്കുകയും നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനും പുസ്തകങ്ങൾക്ക് കഴിയും. മറ്റു മനുഷ്യരെ അവരുടെ വികാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വായനയുടെ ഒരു അനുഭവത്തെ പറ്റി ഇവിടെ എൻ്റെ ഒരു ചെറിയ കവിത കൂടി നിങ്ങളുടെ മുൻപിൽ ചൊല്ലട്ടെ. അക്ഷരാനുഭവ മണ്ഡപം. വാക്കിന്റെ കാറ്റിൽ അലഞ്ഞു തേടുന്നു ഞാൻ ഓങ്കാര ചൂളം വിളിയുടെ കുളി തേടി തേടി. അക്ഷരത്തിൻ നാടിയിൽ മുങ്ങി മുങ്ങി വ്യഞ്ജനക്കല്ലിൽ മുട്ടിത്തട്ടി കൂടിയിട്ടിന്റെ ദിനമാലയിൽ ആടി തളർന്നു തേടുന്നു ഞാൻ കമല നിർമ്മല വചനം തിളങ്ങുന്നത് കാണാൻ. എൻ അക്ഷരത്തിൻ ഉയരിനെ വിളിച്ചുണർത്താൻ എൻ വാക്കിൻ ഉയർത്തെഴുന്നേൽക്കും മുഹൂർത്തം കാത്തിരിക്കാൻ. അക്ഷരക്കടൽ നിശ്ചലം പ്രാണയാമ മുദ്രയിൽ അക്ഷര ശരീരം എന്റെ കണ്ണാടി. ഈ മനുഷ്യാവതാര മുദ്രയല്ലോ ഈ ദേഹം, ഈ പ്രപഞ്ചം. നമ്മുടെ ശരീരം തന്നെ അക്ഷരങ്ങളുടെ വാസസ്ഥലമാണ്. അതുപോലെ ഈ
നാമം കൊണ്ട് പേര് വിളിച്ച് എല്ലാം സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടി വാക്കിന്റെ ശക്തിയുടെ പ്രകടനമാണ്, അത്ഭുത സൃഷ്ടിയാണ്. ഓരോ മനുഷ്യനും ഒരു ജീവനുള്ള പുസ്തകമാണ് എന്ന് പറയാം. ഈ പ്രപഞ്ചവും ഇതെല്ലാം നമ്മുടെ വായനയിൽ പെടണം. ഇവ അച്ചടിക്കാത്ത പുസ്തകങ്ങൾ കൂടിയാണ്. ഇന്ന് അച്ചടിച്ച പുസ്തകങ്ങൾക്ക് സ്ഥലമില്ല. ഒരു ലൈബ്രറി യൂണിവേഴ്സിറ്റികളിൽ പോലും ബുദ്ധിമുട്ടായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വായന നമുക്ക് കാണാത്ത രീതിയിലായി എങ്കിലും ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്നതിൽ മറ്റൊരു സന്തോഷമാണ് എനിക്കുള്ളത്. വായന ചുരുക്കി പറഞ്ഞാൽ ഒരു ഡയലോഗ്. നമുക്ക് പല ഭാഷകളും അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന ഈ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മൈഗ്രൻ്റ് ലോകത്തിൽ ഇന്റർ കൾച്ചറൽ ആവാം ഒരു എക്സ്പീരിയൻസ്, ഇന്റർ റിലീജിയസ് ആവാം, അങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്ക് വായനയിൽ ഉണ്ടാകും. വായന നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആകുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മൈഗ്രൻ്റ് ലോകത്തിൽ താമസിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ, അതായത് നമ്മുടെ ഹോം ലാൻഡ് ഇല്ലാതെ പോയി എന്ന് വരാം. നമുക്കുള്ള ഒരു സ്വത്ത് അപ്പോൾ ഭാഷയാണ്. ആ ഭാഷ തന്നെ നമ്മുടെ മനുഷ്യന്റെ ഒരു വാസസ്ഥലമാകുന്നു, മനുഷ്യന്റെ ഹോം ആകുന്നു. അതാണ് പലപ്പോഴും മൈഗ്രൻ്റ് ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വായനയും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി മാറുന്നു. വായനയിൽ കൂടിയാണ് നമ്മൾ ഈ വിശ്വത്തെ തന്നെ മനസ്സിലാക്കുന്നതും അതുപോലെ ഈ വിശ്വവ്യാപ്തി നമ്മുടെ ഹൃദയത്തെ ആക്കുന്നു. വായനയുടെ ലക്ഷ്യം ഒരു തുള്ളി വെളിച്ചം, നമ്മെ രക്ഷിക്കുന്ന ഒരു തുള്ളി വെളിച്ചം പ്രാപിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വെളിച്ചത്തെ പറ്റി ഒരു കവിത അങ്ങനെയില്ലെങ്കിലും ഇതോടുകൂടി ഞാൻ നടത്തുന്നു. തീപ്പൊരി വാക്കിന്റെ അടുപ്പിലിനി ചാരം മാത്രം, ഈക്കല അക്ഷര പ്രളയത്തിൽ ഒഴുകി മറഞ്ഞുപോയി. ഇരുട്ട് മാറ്റാൻ ഒതുങ്ങുന്നു ഞാനിപ്പോൾ വാക്കിന്റെ അടുപ്പിലെ ചാരത്തിൽ. ഇത്തിരി വെളിച്ചത്തിന് ഒളിച്ചു തേടുന്നു ഞാൻ ഇരുട്ടിലായി ഇടിമിന്നലിൽ അക്ഷരത്തിൽ പെട്ടിപ്പോൾ. വിളിച്ചു നോക്കി കത്തുന്നോ അക്ഷരസ്പർശനം കൊണ്ടെന്നെ അടുപ്പിലെത്തി. ഒരു വാക്ക് തേടുന്നു മറ്റൊരു വാക്കിനെ, തമ്മിലുള്ള ചുള്ളിലുറങ്ങും വെളിച്ചത്തെ ഉണർത്തുവാൻ. നോക്കൂ പറക്കുന്നില്ലേ തിരികെ ഞാൻ അതിൽ പരിപാലിക്കുകയാണ്. നമ്മളെ രക്ഷിക്കുന്ന തിരുപ്പരി. നന്ദി. നന്ദി അന്നക്കുട്ടി മാഡം. അന്നക്കുട്ടി മാഡത്തെ കുറിച്ച് ഒരു 2 വാക്ക്. നമ്മുടെ സമീപ പ്രദേശമായ കളത്തൂർക്കടവിലെ വലിയ മംഗലം എന്ന സ്ഥലത്താണ് അന്നക്കുട്ടി മാഡം ജനിച്ചത്. മുംബൈ യൂണിവേഴ്സിറ്റിയിലെ വിദേശ ഭാഷാ വകുപ്പിന്റെ മുൻ മേധാവിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും BHUവിൽ നിന്ന് 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടി. BHUവിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദവും, വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആധുനിക ജർമ്മൻ സാഹിത്യത്തിൽ ഡിപ്ലോമയും, സാൽസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതേ വിഷയത്തിൽ തന്നെ PhDയും പൂർത്തിയാക്കി. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറും വിദേശ ഭാഷാ വകുപ്പിന്റെ തലവനുമായ ശേഷം അന്നക്കുട്ടി BHUവിൽ ജർമ്മൻ ഭാഷയിൽ ലെക്ചറായും റീഡറായും 15 വർഷക്കാലം ജോലി ചെയ്തു. പ്രശസ്ത മലയാള കവി K. സച്ചിദാനന്ദന്റെ കവിതകൾ, ഏതാണ്ട് 85ഓളം കവിതകൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നന്ദി. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായ അൻസർ ഫാറൂഖ് സാർ. ആദരണീയനായ നമ്മുടെ ചീഫ് ഗസ്റ്റ് റസാഖ് സാർ, മറ്റൊരു ഡിബേറ്റ് ഖുർആൻ അക്കാദമിയുടെ ഏറെ പ്രിയങ്കരായ പഠിതാക്കളെ, സഹോദരങ്ങളെ, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അധ്യക്ഷ ഭാഷണത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ സംസാരങ്ങൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം അതുകൊണ്ട് കൂടുതലായൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ റസാഖ് സാറും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ അന്നക്കുട്ടി മേഡമൊക്കെ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ
നമ്മൾ വായനയുടെ പ്രാധാന്യത്തെ നമ്മൾ അങ്ങേയറ്റ പ്രാധാന്യത്തോട് നോക്കിക്കാണുകയും ഇവിടുത്തെ ലൈബ്രറിയൊക്കെ നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനത്തിലൊക്കെ അതിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലായും വായനയ്ക്ക് വേണ്ടി നമ്മുടെ നല്ലൊരു സമയം നമ്മൾ ചെലവഴിക്കുകയും കൂടുതൽ വിദ്യാസമ്പന്നരായി അതുപോലെ തന്നെ ചിന്തയുള്ളവരായി നമ്മൾ മാറുക. ഖുർആന്റെ ആഹ്വാനത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ആഹ്വാനത്തെ നെഞ്ചിലേറ്റാനും ആ ജീവിതത്തിൽ മുഴുവൻ പകർത്തുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുകയാണ്. വാക്കുത്തവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന സെക്ഷനിലേക്ക് കടക്കുകയാണ്. പ്രോഗ്രാമിന് നന്ദി പ്രകാശിപ്പിക്കാനായി റഹീം ബി ആർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജൂൺ 19 വായനാ ദിന ആചരണത്തോടനുബന്ധിച്ച് ദുബൈ ഖുർആൻ അക്കാദമി ദുബൈ ലൈബ്രറി കോർട്ട് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി വിശുദ്ധ ഖുർആനിൽ നിന്നും ഈ സദസ്സിനെ ധന്യമാക്കിയ ഷാനവാസത്താറുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ സ്വാഗതം ആശംസിച്ച ഡിവൈൻ ഖുർആൻ ഡിവൈൻ ഒഫീഷ്യൽ ഇൻചാർജ് ഷഫീഖ് സാഹിബിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ഡിവൈൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട അൻസർ ഫാറൂഖ് സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. വായനയെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായനയുടെ പ്രാധാന്യം കൊണ്ട് സമൂഹത്തിന് സംഭാവനകൾ ചെയ്ത നമ്മുടെ മുൻഗാമികളെക്കുറിച്ചും ശേഷം വായനയുടെ അപര്യാപ്തത മൂലം നഷ്ടം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തനീയമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച പ്രശസ്ത ഗ്രന്ഥകാരൻ പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട MS റസാഖ് സാഹിബിനുള്ള നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിൽ വിർച്വൽ കോൺക്ലേവ് വഴി ആശംസകൾ സംസാരിച്ച പ്രൊഫസർ അന്നക്കുട്ടി മാഡത്തോടുള്ള നന്ദിയും അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ആദ്യ അവസാനം വീക്ഷിച്ച സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം താമസ ക്ഷമാപണം നടത്തുന്നുണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.